ചില മുറിവുകൾക്ക് രക്തം ഉണ്ടാവത്തില്ല, പക്ഷെ അത് ജീവിതകാലം മുഴുവൻ വാർന്നൊലിച്ച് നമ്മുടെ ആത്മാവിനെ കാലേകികളെ ചിലപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നായിരിക്കും. പണം, വിദ്യാഭ്യാസം, അവരുടെ സമൂഹത്തിലുള്ള വില, മക്കളുടെ വിദ്യാഭ്യാസം, മക്കളുടെ ജോലി എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ പറയുന്ന നല്ല കുടുംബത്തെ നിശ്ചയിക്കുന്നത്. ഒരു വ്യക്തി കുടുംബത്തിൽ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് തിരുത്തപ്പെടുന്നുണ്ടോ അതോ ആ വ്യക്തിയെ തകർക്കപ്പെടുകയാണ്. കുടുംബം എന്ന മരുഭൂമിയിൽ ജീവിച്ചു പോകുന്ന ഒരുപാട് വ്യക്തികൾക്ക് ആ കുടുംബത്തിൽ ആ വ്യക്തിയുടെ ആത്മാവ് സുരക്ഷിതമാണ്. ആ ആത്മാവിന് സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ടോ? സ്നേഹം ലഭിക്കുന്നുണ്ടോ? അതെയോ ഈ പറയുന്ന താരതമ്യങ്ങൾ മാത്രമാണോ ലഭിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്കുള്ള വിവേകപൂർണമായിട്ടുള്ള ഒരു ആൻസറാണ് പലപ്പോഴും ഒരു നല്ല കുടുംബത്തെ നിശ്ചയിക്കുന്നത്. പുറമെ മനോഹരമായിട്ട് അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന പല കുടുംബത്തിൻ്റെയും അകത്തളങ്ങളിൽ വളരെ നിശബ്ദമായിട്ട് ശ്വാസം മുട്ടി ജീവിക്കുന്ന ചില വ്യക്തികളുണ്ട്. ആ ശ്വാസം മുട്ടലിന് കാരണമായിട്ടുള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് കൊടുത്തിരിക്കുന്ന നെയിമാണ് നാർസിസിസ്റ്റ് എന്ന് പറയുന്നത്.